ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റീസ് മാത്രം എൻട്രി എടുത്തുകൊണ്ട് ഒരു കുറച്ച് മാസങ്ങളെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. ഇനി നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമതായിട്ട് എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്തിരിക്കണം. സ്റ്റോപ്പ് ലോസ് വരുന്നത് എത്ര പോയിൻ്റ് ആണെന്ന് കണക്ക് കൂട്ടി അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റീസ് മാത്രം ട്രേഡ് എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഇതിനൊരു ഗാംബ്ലിംഗ് ആയി ഒരിക്കലും കണക്ക് കൂട്ടരുത്. ഇനി എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്? ഒന്നാമതായി എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയയ്ക്ക് മേലെ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇൻ കേസ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയെക്കാളും മുകളിലാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തതെങ്കിൽ അവിടെ ചാടിക്കയറി എൻട്രി എടുക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഗ്യാപ്പ് അപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു നിയമമാണ് ORB മെത്തേഡ്, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് മെത്തേഡ്. അതല്ലാത്ത അവസരങ്ങളിലും ഈ മെത്തേഡ് ഉപയോഗിക്കാം. എന്നാലും ഗ്യാപ്പ് അപ്പുകളിൽ നിർബന്ധമായും ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ടുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അങ്ങനെ എൻട്രി എടുക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ലോക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, സ്റ്റോക്ക് താഴോട്ട് വന്ന് റിവേഴ്സൽ സൈൻ കാണിക്കുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ അന്നത്തെ ലോക്ക് താഴെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിനും കാര്യമായി ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതികളാണിത്. പ്രോ ട്രേഡേഴ്സിന് അവരുടെ ഇഷ്ടം പോലെ അവരുടെ നോളജ് വെച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. സിസ്റ്റമാറ്റിക്കായി റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ഇതൊരു ബിസിനസ്സായി കണ്ട് വളരെ അടിപൊളിയായി നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനൊരിക്കലും നിങ്ങൾ ഗാംബ്ലിംഗ് ആയി കാണരുത്.